കേരളത്തിൽ മാത്രമല്ല, പഞ്ചാബ്, ഗുജറാത്ത്, ഒറീസ, എന്തിനേറെ ജമ്മു കാശ്മീരിലെ കുപ്വാര ജില്ലയിൽ വരെ ഞങ്ങളുടെ കുട്ടികളുണ്ട്. ഈ കൈകളിലൂടെ കടന്നുപോയവർ ഇവിടെ ദൈവത്തിന്റെ സ്വന്തം കരങ്ങളായി മാറണം ഡോക്ടർ. പല സ്ഥലത്തും പല തരത്തിലുള്ള ചികിത്സകൾ ചെയ്തിട്ടാ ഡോക്ടറെ ഞങ്ങൾ ഇവിടെ എത്തിയത്. ഫൈനലി യു ഹാവ് റീച്ച് ദ റൈറ്റ് ഹാൻഡ്സ്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് അല്പ പണച്ചെലവും സമയവും വേണ്ടിവരുന്ന ഒരു പ്രക്രിയയാണ്. പണം ഒരു പ്രശ്നമല്ല ഡോക്ടർ, ഞങ്ങൾക്ക് ഒരു കുഞ്ഞിക്കാല് കണ്ടാൽ മതി. അതാണ് ഇവിടെ വരുന്ന എല്ലാവരുടെയും മനസ്സ്, ആ അമ്മ മനസ്സ്. ഒരു കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ? ചോദിച്ചോളൂ. ഇത് വലിയ പണച്ചെലവുള്ള പരിപാടി ആയതുകൊണ്ട് ഒരു പ്രസവത്തിൽ 2 കുട്ടികളെ കിട്ടാൻ വല്ല മാർഗമുണ്ടോ? യു മീൻ ഒരു പിടിക്ക് 2 പക്ഷി? അത് തന്നെ. പറയാൻ പറ്റില്ല, അത് പക്ഷിയുടെ സമയം പോലെ ഇരിക്കും. നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും, കൗണ്ടറിൽ പോയി ദാ ഈ സ്ലിപ്പ് കാണിച്ച് പണമടച്ച് രജിസ്റ്റർ ചെയ്യും. ചില ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ട്. മൈ കം ഇൻ ഡോക്ടർ? യെസ് രാമമൂർത്തി, അവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ അങ്ങോട്ട് വരാം. എൻ വൈഫ് പ്രഗ്നന്റ് ആയിട്ടേൻ. அப்படியா? ஆமா. കൺഗ്രാറ്റുലേഷൻസ്. സെയിം ടു യു. எதுக்கு? டாக்டர் ட்ரீட்மெண்ட் கொடுத்தானே என் வைஃப் பிரெக்னன்ட் ஆனா. ஓ அப்படி. நான் முன்னாடியே சொல்லலையே. உட்காரு. താങ്ക് യു. അത്ഭുതം തന്നെ. ട്രീറ്റ്മെന്റ് എടുത്ത് കുറച്ചു കാലമെങ്കിലും കാത്തിരുന്നാലേ റിസൾട്ട് ഉണ്ടാവുമെന്ന് ഞാൻ ഇയാളോട് പറഞ്ഞതാണ്. ഇന്നാളൊരു ദിവസം ക്ഷമ നശിച്ച് എന്നെ അടിക്കാൻ വരെ വന്നു. ഇല്ല, ഇപ്പൊ എപ്പടി ഇருக்கு? എല്ലാം ഉങ്ക കൈരാശി ഡോക്ടർ. എന്റെ കയ്യിൽ ഒന്നുമില്ല, എല്ലാം കടവുൾ കൃപ. நீங்க சொன்னது கரெக்ட் டாக்டர். என் வைஃப் 3 മാസத்துக்கு முன்னாடி ഒരു സ്വാമിയാർ മഠത്തിൽ ഭജനയ്ക്ക് പോനെ. ഇപ്പോ 2 മാസം പ്രഗ്നന്റ് ആക്കും. ഉങ്ക ട്രീറ്റ്മെന്റും സ്വാമിയാർ മഠത്തിലെ ഭജനവും ചേർന്ന് കുഴന്ത റെഡി. அதுக்கு உங்களுக்கு தானே ப்ராப்ளம் இருந்தது, வைஃப்க்கு அல்லല്ലോ. அதுதான் நீங்க ட்ரீட்மெண்ட் பண்ணி கரெக்ட் பண்ணிட்டீங்களா? ஏன் கன்ஃபியூஷன் பண்றேன்? இந்த சாமியாரி எங்க பார்க்க முடியும்? உங்களுக்கு ഭജന ഇരിക്കണമാ? ഏയ് വേണ്ട വേണ്ട വേണ്ട, ഭജനം കിടക്കേ ഒന്നും വേണ്ട. ആദ്യം ട്രീറ്റ്മെന്റ്. നിങ്ങൾ കൗണ്ടറിൽ പോയി പൈസ അടച്ചിട്ട് വാ. ചെല്ല്, ഒരുപാട് ടെസ്റ്റുകൾ ഉള്ളതാ. ഡോക്ടർ സ്വീറ്റ്സ്. அந்த സ്വാമിയാർ മഠത്തിലെ നമ്പർ ഡോക്ടർമാരുടെ കഞ്ഞുകൂടി മുട്ടിക്കാൻ വേണ്ടി കുറെ സാമിമാർ ഇറങ്ങിയിട്ടുണ്ട്. ഇഡിയറ്റ്സ്. இந்த தக்காளி கிலோ எவ்வளோ? தக்காளி 15 ரூபாமா. 15 ரூபாவா? ஆமா. தின்ன சமைக்கிறதே கஷ்டம். இந்த கேரட்டு? கேரட் 30 ரூபா, பீன்ஸ் 35 ரூபா, வெங்காயம் 40 ரூபா. எனக்கு கத்திரிக்காய், வெங்காயம், உருளைக்கிழங்கு, இந்த பீட்ரூட் இது எல்லாமே 1/4 கிலோ கொடு. இதுக்கு தான் இவ்வளோ பேச்சா? வேணாம் வேணாம் வேணாம், கவர் என்கிட்ட இருக்கு. கொடு. இதிலே போடு. அந்த பிளாஸ்டிக் கவருக்கு பதிலா இந்த கொத்துமல்லி, கருவேப்பிலையும் கொடு. ரொம்ப உஷார் மணி. எவ்வளோ ஆச்சு? 120 ரூபா.